മനസ്സിലാവുന്നില്ല. ഇതൊരു ട്രാപ്പാണ് സാർ. ഈസ് എ കറപ്റ്റഡ് പോലീസ് ഓഫീസർ. ഭയങ്കര കൈക്കൂലിക്കാരനാ. പോക്കരുത്തരം പറയണം സാർ. എന്റെ പേരിൽ ഒരു വിജിലൻസ് കേസ് പോലും ഇല്ല, അറിയോ? ഇത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന സത്യമാണ് സാർ. പക്ഷെ വിജിലൻസിന് മാത്രം ഒന്നും അറിയില്ല. എനിക്ക് സാറിനോട് സംസാരിക്കാനുള്ളത്. പറയൂ. ഈ ഫോട്ടോയിൽ കൂടെ കാണുന്ന പെൺകുട്ടിയാണ് പരാതിക്കാരി. ഇവൻ അവളെ ഗോവയിൽ വെച്ച് പീഡിപ്പിച്ചു. കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് കേസ് പോക്സോ ആണ്. ഈ പരാതിയിൽ ഇവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും സാർ. ഇതൊരു ചതിയാണ് സാർ. സാർ, സംഭവം നടന്നത് ഗോവയിൽ വെച്ചാണ്, ഇവിടെയല്ല. പക്ഷേ പരാതി ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവനെ കസ്റ്റഡിയിലെടുത്ത് ഫോർമാലിറ്റീസ് തീർത്ത് ഗോവ പോലീസിന് കൈമാറണം. ഇത്ര മാത്രമേ ഞങ്ങൾക്കിതിൽ ചെയ്യാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് ഗോവ പോലീസാണ്. ഈ പരാതി ഒരു ചതിയാണെങ്കിൽ അത് പറയേണ്ടടുത്ത് പറയണം, എന്നോടല്ല. എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. ആനന്ദ്, താൻ നിരപരാധിയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കോടതിയിൽ തെളിയിക്കാം. താൻ ടെൻഷൻ അടിക്കണ്ട. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യട്ടെ. താങ്ക് യു സാർ. ഇവരെ പിടിച്ചകത്ത് എന്താ സാർ പ്രശ്നം? എന്തിനാ ആനന്ദിനെ കൊണ്ടുപോകുന്നേ? ഞങ്ങൾക്കത് അറിയണം. അത് ഞാൻ പറയേണ്ടടുത്ത് പറ്റില്ല, പറഞ്ഞിട്ട് കൊണ്ടുപോയാ മതി. ഇടയിലുണ്ടാക്കാൻ വന്നിരിക്കുന്നു. വണ്ടി വിടുമാർക്കോ സാർ. ഹലോ, SI സുശീലനല്ലേ? ആ അതെ, ആരാണ്? ഞാൻ രാജ്മോഹനാണ്, പഴയ SI. ആ മനസ്സിലായി. മകന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും അല്ലേ? അതെ, അവൻ നിരപരാധിയാണ്. അവനെ ആരോ കുടുക്കിയതാണ്. ദയവീത് അവനൊന്നും ചെയ്യരുത്. എന്റെ സാറേ, ഇതെല്ലാ ക്രിമിനൽസിന്റെയും തന്തമാര് പറയുന്ന വാചകമാണ്. സാറിന് അറിയോ, ഇവൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു അടിപിടി കേസിൽ. അന്ന് ഞാൻ പിന്നെ സാറിനെ ഓർത്ത് വെറുതെ വിട്ടതാ. പക്ഷെ ഇത് കേസ് വേറെയാ, പോക്സോ. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുടെ പരാതിയാ. ഇവൻ പീഡിപ്പിച്ചു. കേസെടുത്തില്ലെങ്കിലേ എനിക്ക് പണി കിട്ടും, അറിയാലോ. അതുകൊണ്ട് നിയമപ്രകാരം എന്താ വഴിയെന്ന് വെച്ചാ സാർ അത് നോക്ക്. ഞാൻ പറയുന്നു. അയാള് ഫോൺ കട്ട് ചെയ്തു. നിന്റെ തന്തയാ. നീ നിരപരാധിയാണ്. ആണല്ലേ കോടതിയിൽ പോയി തെളിയിക്കടാ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇതേ കേസ് വേറെയാ, പോക്സോ. ഉന്നാരമോ കറങ്ങും. കോടതിയും ജയിലും ഒക്കെ ആയിട്ട് മിനിമം 10 കൊല്ലം. ശരി 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 കേട്ടോ. ഇറങ്ങിറങ്ങ്, വണ്ടി ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങടാ. ഡിക്കി തുറക്കടോ. ഇങ്ങോട്ട് വാടോ. തുറക്ക് തുറക്ക് തുറക്ക്. തുറക്ക്. നീ എന്താ വിളിക്കാൻ? ഞാൻ വിളിച്ചിട്ട് കിട്ടണ്ടേ? അതെന്താ റേഞ്ചിന്റെ രക്ഷപ്പെട്ടോ? ഓ തിരികെ വണ്ടി.
നമസ്കാരം, പോലീസ് സ്റ്റേഷൻ. രാജ്മോഹൻ അതെ, ആരാ? ഇത് ഞാൻ കേശവനാടോ, മുൻ മന്ത്രി. നമ്മളൊക്കെ മറന്നുവല്ലേ? സാർ പറയൂ. താനിപ്പോ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരില്ലേ, ആ പ്രശ്നം അത്ര രൂക്ഷാക്കണ്ട. ആമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്ത് വിട്ടേക്ക്. സാർ മനസ്സിലായില്ല. എടോ, അത് എനിക്ക് താല്പര്യമുള്ളൊരു കേസ് കേട്ടാ, താനത് വിട്ടേക്ക്. എന്നെ സാർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ 3.5 കോടി വില വരുന്ന ഡ്രഗ്സ് ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് അവർക്ക്. നെടുമ്പാശ്ശേരി വഴി കയറ്റിവിടാൻ ഉദ്ദേശിച്ച ചരക്കാണത്. രാജ്മോഹൻ, ഞാനിപ്പോ ദുബായിലാ. അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് കണ്ടേനെ. സാരമില്ല, ഞാനിപ്പോ ഒരാളെ കൊണ്ട് അയക്കാം. തനിക്ക് എത്ര വേണ്ടിച്ച പറഞ്ഞാൽ മതി, അയാളത് ചെയ്തു തരും. സാർ, ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഇനിയോട്ട് വാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സാർ വെറുതെ സമയം കളയണ്ട. വെറും ഒരു SI ആയ താൻ എന്നോട് കാണിക്കുന്നത് അഹങ്കാരമാണ്. അഹങ്കാരമല്ല സാർ, ആത്മാർത്ഥതയാണ്. ജനങ്ങളോട്, ചെയ്യുന്ന തൊഴിലിനോട്. ഈ ജനങ്ങളെ സോപ്പിട്ട് അധികാരത്തിലേറിയിട്ട് നാടിനെ കൊള്ളയടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, സാറിനെ പോലെ. അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മതിയെടോ. എടോ, ഒരു ഇലക്ഷൻ തോറ്റെന്ന് കരുതി ഞാനങ്ങ് തീർന്നു പോയെന്നൊന്നും വിചാരിക്കണ്ട നീ. ഞാൻ വരും, വീണ്ടും MLA യും മന്ത്രിയുമാകും. അപ്പൊ കണ്ടോളടാ നിന്നെ ഞാൻ. നിർത്തണം, താൻ ഒല്ലത്തും വെച്ചിട്ട് പൊടും. സാർ, ആരാ? സൈമണാണ് സാർ. വന്ന് കാണാൻ പറഞ്ഞിരുന്നു. ആര്? കേശവൻ സാർ, മുൻ മന്ത്രി. അയാൾക്കിട്ടിപ്പോ കൊടുത്തേ ഉള്ളൂ, തനിക്കും വേണോ? സാറ് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇതിന്റെ പിന്നില് വമ്പന്മാര് പലരുണ്ട്. സാർ എത്ര ചോദിച്ചാലും തരാൻ അവര് തയ്യാറാ. പിന്നെന്താ? തെണ്ടി ചാഫട്ടി നിന്റെ എല്ലി ഞാൻ ഒടിക്കും. നിന്നെ ആ കേശവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് കേസ് ചാർജ് ചെയ്യാൻ വേണ്ടത്. വേണ്ട സാറേ, വേണ്ട. അധികം കിടന്ന് തിളക്കല്ലേ, പണി കിട്ടൂട്ടാ. എന്തായി? വേറെ വഴി നോക്കേണ്ടി വരും. എന്താ കുമാരട്ടെ ഇത്? ഛേ, ഏത് കുറ്റവാളിയാലും ശരി മര്യാദയ്ക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല അമ്മാരെ. നീ ഇരിക്ക്. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കടാ, ഞാനല്ലേ പറയണേ. കാസിമേ, ഇവന് ഭക്ഷണം വല്ലതും വാങ്ങിക്കൊടുത്തു? ഇല്ല സാർ, ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല, വയറ് കാലിയാക്കരുത്. ഒന്നും വേണ്ട സാർ. ഏയ്, അത് പറ്റില്ല. ഡേ അശോക, പിന്നെ ഇവന് കുറച്ച് പഴവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കും. അല്ലേ വേണ്ട, പൊറോട്ടയും ചാപ്സും നമ്മുടെ ചന്ദ്രയെ കിട്ടും, നല്ല മട്ടൻ ചാപ്സും, അത് മതി. എന്തിനാടാ ഈ ചെറുപ്രായത്തിൽ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എടാ, ഇതെല്ലാ ക്രിമിനൽസും പറയുന്നല്ലേ. നീ പുതിയതായിട്ട് വല്ല ഡയലോഗ് ഉണ്ടെങ്കിൽ പറ. കാസിം പൊക്കോ. നിന്റെ അച്ഛനിപ്പോ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലേ? പിന്നെ എങ്ങനെയാടാ ജീവിക്കുന്നത്? നീ നല്ല ഇടിക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. വല്ല കൊട്ടേഷൻ പണിക്കൊക്കെ പോറണ്ടോടാ? ഇവന്റെ അമ്മ കാണാൻ എങ്ങനെയായിരുന്നു അശോക? നല്ല സുന്ദരിയായിരുന്നു? ആയിരുന്നു സാറേ, നല്ല സുന്ദരി. വെളുത്ത് തുടുത്ത് നല്ലായിട്ടില്ലേ, ആര് കണ്ടാലോ ഒന്ന് നോക്കി പോകും സാറേ. അത്ര ഭംഗിയാ. മരിച്ചു പോയി സാറേ. അയ്യോ, ചത്തുപോയല്ലേ? അല്ലേ അവള് കാശുണ്ടായിക്കൊണ്ട് വന്നേനെ. പട്ടിണി മാറ്റാനാവുമ്പോ ആരും കുറ്റവും പറയില്ല, വ്യഭിചരിച്ചാലും. എന്താടാ പട്ടി, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടെങ്കി ഇടിക്കടാ. ഇടിക്കാനല്ല, കൊല്ലാനാ തോന്നണേ. എന്നാ കൊല്ലടാ. എന്താടാ പറ്റാത്ത?
എന്താ പറ്റാത്തതെന്ന്? ഒരു കാക്കി തപ്പി തന്ന ചോറ ഈ ശരീരം. വേണ്ട സാർ,